രാത്രി 7 മണിക്ക് മഴ നനയാൻ തുടങ്ങിയ വെളുപ്പിന് 4 മണി വരെ മഴയത്ത സാർ. മഴയത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ മഴയല്ല, ഫുൾ ഏരിയ നനച്ചേക്ക. അതിനു മുമ്പ് സാറിനൊന്ന് നനയ്ക്കും. സാറ് ഷോട്ട് കഴിയുമ്പോൾ സാർ ഒരു കസേരയിൽ വന്ന് നനഞ്ഞ ഡ്രസ്സോട് കൂടി തന്നെ ഇരിക്കും. നെക്സ്റ്റ് ഷോട്ട് വരും. അപ്പോൾ വന്നിട്ട് സാറിങ്ങനെ ആക്ഷനാവും. ഫസ്റ്റ് മേത്ത് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഒരു വിറയിലുണ്ട്. ഞാൻ വിഷമത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ തന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 1-2 മണിക്കൊക്കെയാണ് ഈ സമയത്ത് മേത്ത് വെള്ളം വീഴുമ്പോൾ നാലിട്ട് വെക്കണം. അപ്പൊ ഷോട്ട് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വരുമ്പോ വീണ്ടും മഴ നനയ്ക്കുക. സാറ് ഒരു മനുഷ്യനല്ലേ പറയും. പക്ഷെ അത് കഴിഞ്ഞ ആക്ഷൻ പറഞ്ഞാണ്ടല്ലോ, അത് ഒരു ദിവസമല്ല, ഇങ്ങനെ നമ്മുടെ പടത്തിൽ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞ മഴയാ. അതിൽ മേജർ സീക്വൻസിൽ സാറ് മഴ എത്താ. സാറിന് അത് ആ മനുഷ്യൻ സിനിമയ്ക്ക് വേണ്ടി അതുപോലെ നിൽക്കുന്നു. സത്യം പറഞ്ഞ എന്താ പറയാ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നമ്മുടെ ഏജിനേക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പോഴും കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ സിനിമയ്ക്ക് വേണ്ടി. എന്നിട്ട് മോനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തരഞ്ചേട്ടൻ ഡണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു, ഞാൻ തൊട്ടടുത്തിരുന്ന് കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ നമുക്കതൊരു വല്ലാത്തൊരു ഈ സംഭവം ഇത്രയും വലിയൊരു ആൾക്കാരുടെ കൂടെ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കണമെന്നുണ്ടാവുന്ന ഒരു പ്രൗഡ് ഉണ്ട്. അപ്പോ ലാൽ സാർ ആ മഴ കഴിഞ്ഞ് ചില ദിവസങ്ങൾ അദ്ദേഹത്തിന് പനി വരും. ഒരു ഡേ ഇത്രയും മഴ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പനിയാ. ഓക്കെ ചെയ്യാം. സാറ് ഒരു തരത്തിലും മാറി നിൽക്കില്ല. അതും മേജർ സീക്വൻസാ, ഏറ്റവും രൗദ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന സീക്വൻസുകളാണ്. ആ വിറയില് കഴിഞ്ഞിട്ട് ഒരു ലുക്ക് വരും. ആ ലുക്കിൽ എന്താ പറയുക, CG മഴയൊന്നും ഇല്ല, പക്ക ഒറിജിനൽ മഴയാണ് ആ സീക്വൻസിലേക്ക്. അത് സാറങ്ങ് കൊണ്ടിട്ട എക്സ്പ്രഷൻ. ഒരു ഷോട്ടിലൊക്കെ നമ്മുടെ കണ്ണിൽ വെള്ളം വീണ നമ്മൾ കണ്ണടിക്കില്ലേ, അദ്ദേഹം കണ്ണ് തുറന്നു വെച്ചിട്ട് കണ്ണിക്കൂടെ ഇങ്ങനെ വെള്ളം ഇടുന്ന ഒരു ഷോട്ടുണ്ട്. അതൊക്കെ ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ലാൽ സാറിന്റെ ഏറ്റവും മനോഹരമായതൊന്നും ഡിലീറ്റ് ആയി പോകരുത്. ഫൈറ്റ് ചെയ്യുമ്പോഴേ, ഫൈറ്റിന്റെ ഒരു ലാലേട്ടന്റെ ഫൈറ്റിന്റെ ഫാൻസ് അല്ലാത്ത ആരാളുള്ള അതൊരു ഗ്രേസും കൂടെ ഉണ്ട് എപ്പോഴും. പക്ഷെ ഇതിലിപ്പോ എല്ലാരും പറഞ്ഞ പോലെ മണ്ണിച്ചവിട്ടി നിൽക്കുന്ന ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. അതിലിപ്പം ഈ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് തന്നെ പുള്ളി തറ തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഒരു ഫൈറ്റ് തുടങ്ങുക. അതിന്റെ പിക്ക് ഇപ്പം നമ്മളിങ്ങനെ കാണാറുണ്ട്, ഒരു മുണ്ട് ഇങ്ങനെ കിടക്കുന്ന നിൽക്കുന്ന പൊസിഷനും. ഫൈറ്റ് എഡിറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഞാൻ മിന്നൽ മുരളി എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യമായിട്ട് ഫൈറ്റ് ആക്ഷൻ എഡിറ്റിംഗ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നുള്ള ഒരു ഫൈറ്റ് മാസ്റ്ററാണ് ബ്ലാറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഫൈറ്റിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഭയങ്കര, ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സിനിമകളുടെ സ്റ്റാറ്റസ് ഇടുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷസോ അങ്ങനെ. ഇപ്പോഴും അദ്ദേഹമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അതിനുശേഷം പക്ഷെ ആ മിന്നൽ മുരളി ഫൈറ്റിന് പ്രത്യേകത ഉണ്ട്, ബോഡി ടച്ച് ഇല്ല. ഇപ്പൊ സൂപ്പർ പവേഴ്സ് ആണല്ലോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു നോർമൽ ഫൈറ്റ് പരിപാടി. അങ്ങനെ എനിക്ക് ആഗ്രഹിച്ചത് കിട്ടിയത് ലാൽ സാറിന്റെ ഫൈറ്റ്. അത് സ്റ്റൻ സിൽവ മാസ്റ്റർ തന്നെയായിരുന്നു, മോൺസ്റ്റർ എന്ന് പറഞ്ഞ പടം. സ്പോട്ട് കണ്ടിട്ട് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോ എന്താ ഒരു മേജർ ഡിഫറൻസ് തോന്നാറ്? നമ്മൾ തന്നെ സ്പോട്ട് ചെയ്താണ്. ഇപ്പോ സ്പോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഞാൻ അന്നത്തെ ദിവസം സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോൾ ഡയറക്ടർ ചെയ്യുന്നത് അത് ആ ഓർഡറിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്ടർ ഓർഡർ സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ചോദിക്കും, സാർ ഇത് ഷാർപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അത് വേണ്ടെന്ന് പറയും, എഡിറ്റർ നോക്കിക്കോളൂ എന്ന് പറയും. ചിലർ നീ ചെയ്തോളാനും പറയും. അപ്പോൾ നമ്മളത് ഷാർപ്പ് ചെയ്ത സീൻ വെക്കും. എന്നിട്ട് അതിൽ ചിലപ്പോൾ ഞാൻ റെഫറൻസ് മ്യൂസിക് ഇടാറുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ഇട്ടിട്ട് ഡയറക്ടറെ കാണിക്കും. ചില ഡയറക്ടർക്ക് അത് വേണ്ടെന്ന് പറയും, ചിലവർ അത് വേണമെന്ന് പറയും. അപ്പോൾ അത് അവർ കാണും. അതിനുശേഷം ചിലപ്പോൾ അങ്ങനെ ഫുൾ പടം തന്നെ നമ്മൾ ഒരു സീൻ 1 അല്ലെങ്കിൽ ഒരു നോൺ ലീനിയറിലായിരിക്കുമല്ലോ ഷൂട്ട് നടക്കുക. അപ്പോൾ പല പല സീക്വൻസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോട്ടിൽ തുടങ്ങി ഒരുപാട് ഷോട്ടുകളുള്ള ഒരു സിനിമയുടെ ടൈം ലൈൻ ആവുന്നത് പലപ്പോഴും എനിക്ക് ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു കാര്യം. കാരണം ഫസ്റ്റ് ക്യാപ്ചർ ചെയ്ത ഷോട്ട് ഇന്ന് ഇത്രയും ലെങ്ത് ഉള്ള, എന്താ പറയാ, ഞാനൊരു സ്പോട്ട് എഡിറ്റിംഗ് മൂഡിലല്ല വർക്ക് ചെയ്യുക. ഞാൻ ഭയങ്കര ഇത് എന്റെ എഡിറ്റാണ്, നമ്മുടെ മനസ്സിൽ ഞാൻ പറയും ഇത് നമ്മുടെ പരിപാടിയാണ്. അപ്പൊ നമ്മൾ മാക്സിമം
ഞാൻ രാത്രി പോയാലും ഹോംവർക്ക് ചെയ്യും. ഇപ്പോൾ പണി തീർന്നാലും രാത്രി പോയിട്ട്. അപ്പൊ ചില ഡയറക്ടേഴ്സ് എന്നോട് പറയും അത് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സീക്വൻസിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഫ്രഷ് ഫൂട്ടേജാണ് കിട്ടുന്നത്. നമുക്ക് ഇപ്പോഴല്ലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. ഞാൻ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല. ഇല്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോ അഭിനവ് സുന്ദർ ചേട്ടന്റെ കൂടെ ഒരു 2 മാസത്തോളം ഗോവയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അന്ന് ലാസ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടാ. അപ്പോൾ അപ്പോഴും എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫൂട്ടേജ് അല്ല, ഒരാൾ വർക്ക് ചെയ്ത ഫൂട്ടേജ് ആണ്. അപ്പോൾ അതിന്റെ പ്രോസസ്സും അഭിചേട്ടന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അഭിചേട്ടനോട് ഒരുപാട് സംസാരിക്കാൻ പറ്റുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് അഭിചേട്ടൻ. പിന്നെ നിതിൻ രാജാരോട്, ഷമീർക്ക, അപ്പു ഭട്ടതിരി, ഇവരുടെ കൂടെ എല്ലാം പോയതാണ് എഡിറ്റിലുള്ള എൻ്റെ ക്ലാസ്. പിന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ്, ജയരാജ് സാർ, വൈശാഖ് സാർ, ഉണ്ണി സാർ, ബേസിലേട്ടൻ, പിന്നെ അമീർക്ക, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും അവരുടെ രീതിയിൽ ഒരു പേഴ്സണൽ എഡിറ്ററാണ്. അവരുടെ മൈൻഡിലും ഒരു എഡിറ്റിംഗ് പാറ്റേണും ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. ഇവരുടെ കൂടെയുള്ള വർക്കുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. പിന്നെ ഒരുപാട് നല്ല ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വന്ന പിള്ളേർ വരെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കും, എടാ ഇതിന്റെ കീ ഇങ്ങനെ എന്തൊക്കെയാ, നമുക്ക് ഷോർട്ട് കട്ട് എന്തൊക്കെയാ ഉണ്ടാവുക. അപ്പൊ എനിക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടുമോ എല്ലാം എടുത്ത് എഡിറ്റിനെ ഞാൻ ഒരു ഫീലായിട്ടാണ് കാണുന്നത്. ആ സിനിമയുടെ ഫീലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക, അത് പ്രേക്ഷകർക്കും അതുപോലെ എത്തിക്കുക, അത് അവരെ മുഷിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഒന്ന് ചിരിച്ചാൽ നമ്മളും കൂടി ചിരിക്കും, നമ്മള്. അപ്പോൾ ഇതിലുള്ള ഒരു ഫീലിന് നമ്മൾ എന്താ പറയാ, മഴയത്ത് ഇമോഷണൽ ആവുന്ന സീൻ. അപ്പോൾ ഞാൻ തെരഞ്ഞെടുത്തോണ്ട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന് കൊടുത്തൊരു ഇൻപുട്ട് എന്ന് വെച്ചാൽ, തെരഞ്ഞെടുക്കാൻ പറഞ്ഞു വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ കരയണം. ഞാൻ ലാൽ സാറിനെ അങ്ങനെ കണ്ടിട്ടില്ല. കഴുത്തിന് പിടിച്ചിട്ടൊരു ഇരുത്തമുണ്ട്, അതൊരു ഭയങ്കരമായിരുന്നു. ആ സീനൊക്കെയാണ് ഈ പടത്തിൽ അങ്ങനെ നമ്മളെ ഭയങ്കര ഒരു തകർന്നു പോകുന്ന സീക്വൻസുകളാണ്. അന്ന് അതുപോലെ തന്നെ സാറിങ്ങനെ എണിച്ചെന്ന് വിരിച്ച് നിൽക്കുന്ന സീക്വൻസും ഉണ്ട്. ഒരു മഴയത്ത് ഇങ്ങനെ ഒരു ഇടിമിന്നലിൽ വന്ന് നിൽക്കുന്ന ഒരു സീൻ. അത് ട്രെയിലറിലുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലറിലുണ്ട്. അതൊരു സീനായിരുന്നു. തിയേറ്ററിലെ കയ്യടി ഞാൻ ഇപ്പോഴും. തിയേറ്ററും നമ്മളിപ്പോ എല്ലാ തിയേറ്ററിലും പോകുമ്പോ ഈ പോർഷനൊക്കെ ആകുമ്പോഴായിരിക്കും തിയേറ്ററിൽ എത്തുക. തിയേറ്ററിന്റെ ആൾക്കാരുടെ ആഘോഷം കാണണം. ഞാൻ ഈ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ കവിത തിയേറ്റർ, മാതാ തിയേറ്റർ, രാഗം, അങ്ങനെയുള്ള കുറെ തിയേറ്ററുകൾ നമ്മൾ പോയി. അവിടെയൊക്കെ ഫാമിലി നിറഞ്ഞു നിന്നിട്ടേ അവര് ഭയങ്കര എനർജിയിൽ നിൽക്കുക. ലാൽ സാർ എന്താണോ ഫീൽ ചെയ്യുന്നത് അവർക്കും കിട്ടുവാണ്. അവര് ലാൽ സാറിന്റെ നിപ്പിലും കൈകെട്ടിയുടെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ തിയേറ്റർ കത്തിച്ചു. ലാലേട്ടന്റെ കുറെ രസമുള്ള എന്താ പറയാ എല്ലാം നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. എല്ലാ സൈഡും ആകെ ഒരു നല്ലൊരു ഡാൻസ് പരിപാടി മാത്രം മിസ്സായി. പ്രൊമോയിൽ അത് ഫില്ലാവും.